ഏലിയ മൂന്നാം ഞായർ. മത്തായി 17:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയമായി അവതരിപ്പിക്കപ്പെടുന്നത് കർത്താവ് ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. എന്താണ് അപസ്മാരം? ഒരുവൻ്റെ അവബോധം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മസ്തിഷ്ക സംബന്ധമായ ഒരു രോഗാവസ്ഥയാണ് അപസ്മാരം. അപസ്മാരത്തിൽ അകപ്പെടുന്നവർ മരണപത്രത്തിലാകുന്നതിൻ്റെ അടയാളമാണ് കാട്ടുന്നത്. അത് അനുഭവിക്കുന്നവരിലും കാണുന്നവരിലും മരണഭീതി ഉളവാകുന്നു. ഇവിടെ ഇരുകൂട്ടരും നിസ്സഹായരാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈശോയുടെ ശിഷ്യന്മാരും നിസ്സഹായരായത്. ഈ രോഗം സുഖപ്പെടുത്താവുന്നതാണെന്ന ചിന്ത പോലും അവരിൽ ഉദിച്ചു കാണുകയില്ല. വിശ്വാസത്തിൻ്റെ ശക്തി എന്നത് അവർക്ക് ആ സമയത്ത് അചിന്തനീയമായിരുന്നു. അവരും ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. തൻ്റെ മകനെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല എന്ന് ആ പിതാവ് ഈശോയോട് പറയുമ്പോൾ ശിഷ്യന്മാർ അതിനൊരു പരിശ്രമം നടത്തിയിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അപസ്മാര രോഗകാരണവും പിശാചിൽ ആരോപിക്കപ്പെട്ടിരുന്ന കാലത്ത് സൗഖ്യപ്പെടുത്തുക എന്നത് പിശാചിനെ അകറ്റുക എന്നതായിട്ടാണ് ഏവരും മനസ്സിലാക്കിയിരുന്നത്. അതിന് പിശാചിനേക്കാൾ അരൂപിയുടെ ശക്തിയുള്ള മറ്റൊരു വ്യക്തിയുടെ ആത്മശക്തി ആവശ്യമായിരുന്നു. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഇവനിൽ നിന്നും ഇറങ്ങിപ്പോകുക എന്ന് അവിടുത്തെ നാമത്തിൽ ശിഷ്യന്മാർക്ക് ആജ്ഞാപിക്കാമായിരുന്നു. എന്നാൽ അവർ കർത്താവിൽ ഉള്ള വിശ്വാസത്തിൽ അത്രയും വളർന്നിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അവനെ സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്ന് കർത്താവിനോട് അവർ തന്നെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഉത്തരം അവിതർക്കിതമായിരുന്നു: നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. എന്താണ് അല്പവിശ്വാസം? അത് മറുകര വരെ പണിത് തീർക്കാത്ത ഒരു പാലം പോലെയാണ്. പകുതി പണിത പാലം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആ പാലം ഉപകരിക്കാത്തത് കൊണ്ട് പാലം എന്ന പേരിന് പോലും അതിന് അർഹതയില്ല. പിന്നെ കടുകുമണിയോളം ഉള്ള വിശ്വാസത്തിന് മലയെ മാറ്റാൻ ശക്തിയുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ വിശ്വാസക്കുറവിൽ കടുകുമണിയുടെ ചെറുപ്പവുമായി അതിനെ താരതമ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഒരു കടുകുമണിയും ഒരു മലയും തമ്മിലുള്ള താരതമ്യപ്പെടുത്താൻ പോലും അസാധ്യമാണ്. എങ്കിലും കടുകുമണിക്ക് മലയെ മാറ്റുവാൻ, അതിനെ അകലേക്ക് പറിച്ചു നടുവാൻ സാധിക്കും എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകളിൽ അതിശയോക്തി, എക്സാജറേഷൻ നമ്മൾ ആരോപിക്കുന്നുണ്ടോ? തൻ്റെ വാക്കുകളിൽ അതിശയോക്തി ഇല്ല എന്നാണ് കർത്താവിൻ്റെ മറ്റൊരവസരത്തിലെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. വക്കത്ത് നിന്നിരുന്ന ഇലസമൃദ്ധമായ ഒരു അത്തിവൃക്ഷത്തിൽ അവിടുന്ന് പഴങ്ങൾ തേടി, എന്നാൽ അവയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിമേൽ നിന്നിൽ ഒരു ഫലവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഒരു ശാപവാക്ക് പോലെയായിരുന്നു. കർത്താവിൻ്റെ ആജ്ഞയിൽ അത്തിവൃക്ഷം രായ്ക്ക് രാമാനം ഓവർനൈറ്റ് ഉണങ്ങിപ്പോയി എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. കടുകുമണിക്ക് അതിൽ തന്നെ ജീവനുണ്ട്. അത് മണ്ണിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ പൊട്ടിമുളച്ച ഒരു വലിയ ചെടിയായിത്തീരുന്നു. അതിനെയും കർത്താവ് അതിശയോക്തിപരമായി പക്ഷികൾ ചേർക്കാറുന്ന ഒരു മരമായി മറ്റൊരിടത്ത് ചിത്രീകരിക്കുന്നത് ഓർമ്മയില്ലേ? ഉപമയിൽ ഇവിടെ കടുകുമണി ദൈവരാജ്യം പോലെ വളരുന്നതാണെന്നുള്ള സൂചനയുണ്ട്. കാരണം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമയായിട്ടാണ് കർത്താവ് കടുകുമണിയെ തിരഞ്ഞെടുത്തത്. കടുകുമണിക്ക് ഉണ്ടാകുന്ന വളർച്ച ഭാവനയിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഇവിടെ അതിനെ മലയുമായി താരതമ്യപ്പെടുത്തുന്നത്. മല വളരുന്നില്ല, അത് നിർജ്ജീവമായി അവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ വിശ്വാസം വളരുന്നതും വലുതാകുന്നതും സ്വർഗരാജ്യം പോലെ ഔന്നത്യത്തെ എത്തിപ്പിടിക്കുന്നതുമാണെന്ന് മനസ്സിലാക്കുകയും ഭാവനാപൂർവം ചിത്രീകരിക്കുകയും ചെയ്യാം. വിശ്വാസിക്ക് ഇനിമേൽ ഒന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന വെളിപ്പെടുത്തലോട് കൂടിയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷ ചിന്തകളെ പൂർത്തിയാക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല. വിശ്വാസത്തിനും ബുദ്ധിക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. വിശ്വാസവും യുക്തിസഹമാണ്. ഓരോ തുലാസും അതിൽ തൂക്കം നോക്കാനായി ഒരു തട്ടിൽ തൂക്കക്കട്ടയും മറ്റേ തട്ടിൽ തൂക്കപ്പെടാനുള്ള വസ്തുവും വയ്ക്കുന്നത് പോലെയാണ്. രണ്ട് തട്ടുകളും തുല്യ ലെവലിൽ ആകുന്നിടത്താണ് തൂക്കം അളന്നു തൂക്കി തിട്ടപ്പെടുത്തുന്നത്. വിശ്വാസവും ബുദ്ധിയും അളന്ന്
തിട്ടപ്പെടുത്താൻ സാധിക്കുന്നത് രണ്ട് തട്ടുകൾക്കും മധ്യേ ബാലൻസ് ചെയ്യുന്ന ഒരു പെൻഡുലം ഉള്ളതുകൊണ്ടാണ്. യുക്തിയുടെ തൂക്കക്കട്ടകൾ ഒരു തട്ടിൽ വെച്ചാണ് വിശ്വാസത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് നിശ്ചയിക്കുന്നത്. വിശ്വാസവും യുക്തിസഹമായിരിക്കണം. വിശ്വാസത്തിന് യുക്തിയുടെ തൂക്കക്കട്ടകൾക്കൊപ്പം തൂക്കം വെയിറ്റ് ഉണ്ടാകുന്നത് അതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യശക്തി മധ്യത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഈ ഭാവനാചിത്രം വെച്ചുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾക്ക് തങ്ങളുടെ ആശയങ്ങളുടെ തൂക്കവും വിലയും നിശ്ചയിക്കാം. വെയിറ്റ് ആൻഡ് വാല്യൂ. കർത്താവിൻ്റെ പക്കലേക്ക് ആനയിക്കപ്പെട്ട അപസ്മാര രോഗിയുടെ വിശ്വാസമല്ല പരീക്ഷിക്കപ്പെട്ടത്, അവൻ്റെ പിതാവിൻ്റെ വിശ്വാസമാണ്. അയാൾ ഈശോയിൽ വിശ്വസിച്ചു. മകനു വേണ്ടി അയാളുടെ വിശ്വാസം പ്രാർത്ഥനാരൂപത്തിൽ അയാൾ ഏറ്റുപറഞ്ഞു. അശുദ്ധാരൂപി ബാധിച്ചവനിൽ നിന്നും ആ അരൂപിയെ അവിടുന്ന് പുറത്താക്കി. രോഗിയിൽ അശുദ്ധാരൂപി ഉളവാക്കിയ ആ സന്തുലിതാവസ്ഥയെ, ഇൻബാലൻസ്, അവനിൽ നിന്നും അവിടുന്ന് ഒഴിവാക്കി. അവൻ്റെ മസ്തിഷ്കം കർത്താവിൻ്റെ ആത്മീയ സാന്നിധ്യത്തിന് വിധേയമായപ്പോൾ അത് അവൻ്റെ ശരീരത്തിനു മേലും പഞ്ചേന്ദ്രിയങ്ങളുടെ മേലുമുള്ള നിയന്ത്രണം വീണ്ടെടുത്തു. വിപരീത ശക്തികളായ ജലത്തിനും അഗ്നിക്കും അവൻ്റെ മേൽ ഇനി സ്വാധീനമോ ആധിപത്യമോ ഉണ്ടായിരിക്കുകയില്ല. അവയിൽ നിന്നും അവൻ സ്വതന്ത്രനായി. വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ ആത്മീയമായി സ്വതന്ത്രനാക്കപ്പെടുന്നത്. അയാൾ തൻ്റെ സ്വാതന്ത്ര്യത്തെ ഏറ്റുപറച്ചിലാക്കുന്നതും ആവിഷ്കരിക്കുന്നതും വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസം ഒരിക്കലും ഒരു വിധത്തിലും വിശ്വസിക്കുന്നവനെ അടിമയാക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെല്ലാവരും വിശ്വാസത്തിലൂടെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴിയെ എതിർവശത്തു നിന്നും നമ്മുടെ പക്കലേക്ക് നടന്നെടുക്കുന്നത് ദിവ്യനാഥൻ തന്നെയാണ്, വാചാലമാകുന്ന വചനം തന്നെ. ആർക്കെല്ലാമാണ് ഇന്നത്തെ സുവിശേഷം ഒരു ഉപമയാകുന്നത്? അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കടുക് പൊട്ടിക്കുന്ന അമ്മമാർക്ക്, ഉഴുതൊരുക്കിയ വയലിൽ വിത്ത് വിതയ്ക്കുന്ന കുടുംബനായകന്മാർക്ക്, വിശ്വാസത്തിലൂടെ ഒരുക്കപ്പെട്ട ഹൃദയവയലുകളിൽ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന എല്ലാവർക്കും, തീയുടെയും വെള്ളത്തിൻ്റെയും ആകർഷണത്തിൽപ്പെട്ട് അവയിലേക്കോടി അടുക്കുന്ന കുട്ടികൾക്ക് മാർഗനിർദ്ദേശനയും ശാസനയും നൽകേണ്ട മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും ഒക്കെ, ലഹരി പാനീയങ്ങളുടെ ആകർഷണത്തിൽപ്പെട്ട് അവ സൃഷ്ടിക്കുന്ന കെണികളിൽ ചാടിയവരെയും മസ്തിഷ്കത്തിന് തീപിടിപ്പിക്കുന്ന മയക്കുമരുന്നിൻ്റെ അടിമകളാകുന്നവരെയും അവയിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിവും കടപ്പാടുമുള്ളവർക്ക്, അവർക്കെല്ലാം വിശ്വാസത്തിലൂടെയും പ്രത്യാശയിലൂടെയുമുള്ള മോചനത്തിൻ്റെ സുവിശേഷമാണ് ഇന്നത്തേത്. ഇത് ഇന്നിൻ്റെ സദ്വാർത്തയാണ്. ഇത് നമുക്ക് ശ്രവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യാം. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST. Tomorrow, on 21st of September, the church celebrates the feast of the apostle and evangelist Saint Matthew. I wish you all the heavenly intercession of the saintly apostle, especially to all who bear the name of the apostle.